ഓ ഓക്കെ. ഇന്നലെ ഇന്നലെ വെള്ളിയാഴ്ച 30-ാം തീയതി കുറേ റിലീസുണ്ടായി. അതിൽ മേജറായിട്ട് ഞാൻ ട്രെയിലർ കണ്ടിട്ട് കാത്തിരുന്ന 2 പടങ്ങളുണ്ട്. ഒന്ന് പ്രകമ്പനം, ഒന്ന് വലതുവശത്തെ കള്ളൻ. 2 പടവും കണ്ടു ഇന്നലെ തന്നെ. അപ്പോൾ എനിക്കിപ്പോൾ വലതുവശത്തെ കള്ളൻ എന്ന സിനിമ എനിക്കെന്ത് തോന്നിയെന്ന് ഞാൻ പറയുകയാണ് ഒരു വീഡിയോ. അപ്പോൾ പടം ഞാൻ കണ്ടത് തൃപ്പൂണിത്തറ സെൻട്രൽ ടാക്കീസിലാട്ടോ. തൃപ്പൂണിത്തറ വരെ പോണത് അത്യാവശ്യം ദൂരം ഉണ്ടായി, യാത്ര ചെയ്ത് പോയത്. എനിക്ക് ആ സ്ക്രീൻ പോയിട്ടില്ല, ഞാൻ നല്ല സ്ക്രീനാണെന്ന് കേട്ടിട്ടുണ്ട്. പോയി അവിടെ കാണണം എന്നൊരാഗ്രഹം ഉണ്ടായി. അങ്ങനെ സെൻട്രൽ ടാക്കീസ് വരെയും പോയി. സ്ക്രീൻ 1ലാണ് ഞാൻ പടം കണ്ടത്. ഡോൾബി അറ്റ്മോസ് 4K ലേസർ പ്രൊജക്ഷൻ ആണ് അവിടെ. ഇനി ഒരു കേസ് പറയാം. തിയേറ്റർ ആംബിയൻസ് അല്ല, പടം അനമോർഫിക് റേഷ്യോയിൽ എടുത്തേക്കുന്ന ഫിലിമാണ്. അപ്പോൾ ഇതൊരു ഐ തിങ്ക് 2.60:1 ഇതിലാണെന്ന് തോന്നുന്നു. 2.60:1 ഇതിലാണ് പടം എടുത്തേക്കുന്നത്. ഈ എമ്പുരാനൊക്കെ എടുത്ത പോലെ. അപ്പോൾ ഈ പടം നമുക്ക് സ്കോപ്പ് ആസ്പെക്ട് റേഷ്യോയിൽ ഇരുന്ന് കണ്ടാൽ കൂടി മേലിലും താഴെയും ബ്ലാക്ക് ബാർസ് ഉണ്ടാവും. ചെറുതായിട്ട് സ്ലൈറ്റായിട്ട് ബ്ലാക്ക് ബാർസ് ഉണ്ടാവും. എമ്പുരാനൊക്കെ എടുത്തേക്കുന്നത് ഇങ്ങനെയാണ്, അനമോർഫിക് ലെൻസ് ഉപയോഗിച്ചിട്ടാണ്. സോ ഞാൻ ഇത് PXLൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. PVR നമ്മുടെ ഫോറം മാൾ കൊച്ചിയിലെ PXLൊക്കെ പടം ഞാൻ ലിസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണുവാണെങ്കിൽ അത് ഓൾറെഡി ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോയിലുള്ള സ്ക്രീനാണ്. അപ്പോൾ അതിൽ ഈ പടം കണ്ടു കഴിഞ്ഞാൽ നല്ല ബ്ലാക്ക് ബാർസ് ഉണ്ടാവും. ഒന്നാമതേ ബ്ലാക്ക് ബാർസ് വരും, പിന്നെ ഇത് അനമോർഫിക് റേഷ്യോയിൽ എടുത്തുകൊണ്ട് ബ്ലാക്ക് ബാർസ് പിന്നെയും കൂടും. ഇപ്പം നമ്മളിതൊരു സ്കോപ്പ് സ്ക്രീനിൽ കണ്ടാൽ കൂടി ചെറിയൊരു സ്ലൈറ്റ് ബ്ലാക്ക് ബാർസ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ വിനീതയെ കാണുമ്പോഴോ ലുലുവിലെ സ്ക്രീൻ 6ലോ നമ്മൾ നോർമൽ കാണുന്ന സ്ക്രീനിൽ കണ്ടാൽ കൂടി മേലിലും താഴെയിലും ചെറിയ ബ്ലാക്ക് ബാർസ് ഉണ്ടാവും. അങ്ങനെയാണ് പടം എടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ക്ലിയർ ആക്കി. ഇനി പടം എന്ത് തോന്നിയെന്ന് പറയാം. എനിക്കൊരു തരക്കേടില്ലാത്തൊരു ഫസ്റ്റ് ഹാഫാണ് പടം കണ്ടപ്പോൾ തോന്നിയത്. തരക്കേടില്ലാത്തൊരു ഫസ്റ്റ് ഹാഫ്. ഇതിൻ്റെ പിന്നെ ഒരു 2.5 മണിക്കൂറുണ്ട് പടം. അതിൽ ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ളത് ഫസ്റ്റ് ഹാഫിനാണ്. 1.5 മണിക്കൂറുണ്ട്. 1.5 മണിക്കൂർ ഫസ്റ്റ് ഹാഫും 1 മണിക്കൂറാണ് സെക്കൻഡ് ഹാഫും. അപ്പോൾ 1.5 മണിക്കൂറൊക്കെ ഇരുന്ന് കാണാം. ബട്ട് സ്റ്റിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ഞാൻ ഫസ്റ്റ് ഹാഫിൽ. ഒരു സാധാരണ ഒരു ത്രില്ലർ പടങ്ങളിൽ ഇതേപോലെ തന്നെ ഇങ്ങനെ പോയി ഇൻ്റർവെല്ലായി. അപ്പോൾ ഇൻ്റർവെല്ലായപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ആലോചിച്ചു, അയ്യോ, കാരണം ഒരു കിക്ക് കിട്ടിയിട്ടില്ല. ഇനി ഇൻ്റർവെൽ പഞ്ചെന്നോ ഇൻ്റർവെൽ ബ്ലോക്ക് പറയാനായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നാൻ ഒരു സീനുണ്ട്, നിങ്ങൾക്ക് വർക്കാവും, എനിക്ക് വർക്കായില്ല. അതായത് ഇപ്പോൾ ഞാൻ കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ സിനിമയുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് എന്താവട്ടെ എനിക്കും എന്താവട്ടെ, അതല്ല പറയുന്ന സിനിമയുടെ ഇൻ്റർവെല്ല്, കളങ്കാവൽ എന്ന സിനിമയുടെ ഇൻ്റർവെല്ല് വന്നപ്പോൾ ഒരു പഞ്ചുണ്ടായിരുന്നു. കാരണം ഒരു സ്മോക്ക് വന്നിട്ടാണ് മമ്മൂക്ക വരുന്നത്. അപ്പോൾ മനസ്സിലാവുന്ന മമ്മൂക്ക ഓക്കെ പോലീസ് ഓഫീസർ, മമ്മൂക്കയിൽ പോലീസാണ്. ബിക്കോസ് ഇതിൽ വിനായകൻ്റെ ക്യാരക്ടർ പോലീസാണെന്ന് പോർട്രേ ചെയ്ത് അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇങ്ങനെ അന്വേഷണങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ മമ്മൂട്ടിയുടെ കേസ് ഞാൻ മറന്നു. മമ്മൂട്ടി പോലീസാണെന്ന് പിന്നെ ചിന്തിക്കുന്നില്ല, ഒരു പോലീസിനെ കാണിച്ചുകൊണ്ട് അതായിട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സംഭവം വരുന്നില്ല. അപ്പോൾ ഇൻ്റർവെൽ സമയത്ത് സാറേ എന്ന് വിളിക്കുമ്പോൾ ഒരു സ്മോക്ക് വരും. മമ്മൂക്ക സ്ഥിരം വിടുന്നൊരു സ്റ്റൈലുണ്ടല്ലോ, പുക വിടുന്നൊരു സർക്കിൾ ഷേപ്പിൽ. ആ സാധനം വന്നിട്ടാണ് മമ്മൂക്ക വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻ്റർവെല്ലിൽ ഒരു കിക്ക് കിട്ടും. എനിക്ക് കിട്ടി. അപ്പോൾ അതുപോലെ ഒരു ഇൻ്റർവെൽ ആകുമ്പോൾ ഒരു തോന്നുന്ന ഒരു ഇതുണ്ട്, ഒരു കിക്ക്. അല്ലെങ്കിൽ ഇൻ്റർവെൽ കാണുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു അതെനിക്കൊരു തരക്കേടില്ലാത്തൊരു ഫസ്റ്റ് ഹാഫാണ് തോന്നിയത്. സെക്കൻഡ് ഹാഫ് എന്താവും എന്ന് വിചാരിച്ചു. സെക്കൻഡ് ഹാഫിലാണ് എനിക്ക് പടം വർക്കായത്. ഒരു ഇമോഷണൽ കണക്ഷൻ തോന്നിയത് പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിലാണ് എനിക്ക്. ചിലവർക്ക് ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെടാം, സെക്കൻഡ് ഹാഫ് വർക്കായിട്ടുണ്ടാവില്ല. സെക്കൻഡ് ഹാഫിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാറ്റ് ആൻഡ് മൗസ് പരിപാടിയൊക്കെയാണ്. ഇനി മുമ്പത്തെ ഏതാണ്ടൊക്കെ കുറേ പടങ്ങളിൽ കണ്ടിട്ടുണ്ട്. ട്രാപ്പിൽ പെടുത്തുന്നതും ഇനി ഞാൻ ഒരുക്കിയ വഴിയിലൂടെ നീ സഞ്ചരിച്ചാൽ മതി എന്ന് പറയുന്നതും പിന്നെ ക്ലൂ അന്വേഷിച്ച് നടക്കുന്നതും. അത് വേറെ പടം, ഇപ്പോൾ ജിത്തു ജോസഫിൻ്റെ പടം വേറെ ഉണ്ടായില്ല ഈ മെത്തേഡിൽ പോകുന്ന. ഈ വേറെ ത്രില്ലേഴ്സ് നോക്കിയാലും കിട്ടും. ക്യാറ്റ് ആൻഡ് മൗസ് ഒരു പാറ്റേണിൽ പോകുന്ന സെക്കൻഡ് ഹാഫാണ് ഈ പടത്തിൻ്റെ. ബട്ട് എനിക്ക് വർക്കായിട്ടുണ്ടെങ്കിൽ അത് സെക്കൻഡ് ഹാഫാണ്. ഒരു ഇമോഷണലി ഒരു കണക്ഷൻ എനിക്ക് പടത്തിലെ തോന്നിയത്. മീൻസ് പടം തീരുന്തോറും പിന്നെ ഗ്രാഫ് അങ്ങ് കൂടി ക്ലൂ ഒക്കെ അന്വേഷിച്ച് ഇങ്ങനെ പോകുന്ന ഒരു സംഭവം. അങ്ങനെയാണ് പടം സെക്കൻഡ് ഹാഫ് പോകുന്നത്. പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു എൻ്റെ ചെയ്തപ്പോൾ ഓക്കെ ഡീസൻറ്റ് പടമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ ജിത്തു ജോസഫിൻ്റെ മിറാജ് എന്ന് പറഞ്ഞ പടം OTT കാണുന്ന, തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. OTT കണ്ട പടം എനിക്ക് ആവറേജ് എന്ന് തോന്നിയൊരു പടം. കാരണം ആ പടത്തിൽ ട്വിസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ബന്ധമില്ലാത്ത ട്വിസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള മിറാജിൽ 2 ട്വിസ്റ്റുകൾ വരുന്നുണ്ട് ആ പടത്തിൻ്റെ ക്ലൈമാക്സ് ആകുമ്പോൾ. പക്ഷെ
ആ ട്വിസ്റ്റ് ഇതുവരെ കാണിച്ച കഥയായിട്ടൊരു ബന്ധമില്ല. ക്യാരക്ടർ വൈസ് കണക്ഷൻ ഉണ്ട്, പക്ഷെ ബന്ധമുണ്ട്, എന്നാലും വലിയ രീതിയിൽ ബന്ധമില്ലാതെ തോന്നിക്കുന്നൊരു ട്വിസ്റ്റായിരുന്നു മിറാജിൽ വന്നത്. ഫൈനലി എനിക്കൊരു ആവറേജ് പടമായിരുന്നു മിറാജ്. മിറാജൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഞാൻ കണ്ടിരുന്ന വലതുവശത്തെ കള്ളൻ കണ്ടതിൽ അത് ഫാർ ബെറ്ററാണ്. വലതുവശത്തെ കള്ളൻ ബെറ്ററാണ്, നല്ല നല്ല ബെറ്റർ പടമാണ്. എനിക്ക് ഓക്കെ പടം കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഒരു ജിത്തു ജോസഫ് പടം കണ്ടു കഴിഞ്ഞു എന്നൊരു ഫീൽ ഉണ്ട്, അതെനിക്ക് ഉണ്ടായി. ഞാൻ ഈ പടം ഒരിക്കലും ഓക്കെ ദൃശ്യത്തിനുണ്ടോ മെമ്മറീസ് ഉണ്ടോ, കാരണം അങ്ങനെയാണല്ലോ ആൾക്കാർ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ തമിഴിലൊരു പടം വരുമ്പോൾ രാക്ഷസൻ്റെ അത്ര ഉണ്ടോ എന്ന് ചോദിക്കും, ത്രില്ലർ പടം വരുമ്പോൾ. അല്ലെങ്കിൽ ഇപ്പോൾ പ്രകമ്പനത്തിന് കേസ് നടികപ്പ്യാര കൂട്ടമണിയാണോ എന്ന് ചോദിക്കും. അതുപോലെ ഇപ്പോൾ ജിത്തു ജോസഫ് ഏത് പടം ഇറക്കിയാലും മെയിനായിട്ട് കുറച്ച് പടങ്ങളുണ്ട്, ദൃശ്യം, മെമ്മറീസ്. പക്ഷെ ആരും പറയാത്തൊരു പടമുണ്ട്, ഡിറ്റക്റ്റീവ്. അത് പണ്ട വന്ന പടം. അപ്പോൾ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യാണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ കമ്പയർ ചെയ്യാം. ബട്ട് എങ്ങനെ പോയാലും ഇതൊരു ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഓക്കെ സിനിമ തീർന്നു കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കെന്ന് പറഞ്ഞാൽ സിനിമ ഞാൻ ഒരു സാധാരണ വ്യൂവറിൻ്റെ ഇതിൽ എൻ്റർടൈനിങ് ആയിരുന്നു, എൻഗേജിങ് ആയിരുന്നു, ഞാൻ അത്രയും നോക്കുള്ളൂ. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ മ്യൂസിക് ഇഷ്ടപ്പെട്ടോ, ക്യാമറ വർക്കിങ്ങനെ ഇഷ്ടപ്പെട്ടു, എഡിറ്റിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ചെറുതായിട്ട് നോക്കും. പടം കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു നല്ലൊരു ത്രില്ലർ കിട്ടി, ഓർത്തായിട്ടൊരു ത്രില്ലർ കിട്ടി. പിന്നെ ഞാൻ കണ്ട സ്ക്രീൻ ഇവിടെയായിരുന്നു, തൃപ്പൂണിത്തറ സെൻട്രൽ ടാക്കീസിലാണ് ഞാൻ പടം കണ്ടത്. സ്ക്രീൻ 1 ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു, നല്ല തിയേറ്ററായിരുന്നു. എനിക്ക് 190 ടിക്കറ്റ് റേറ്റ്. പിന്നെ ഈ ഒരു പടത്തിന് ഫാമിലി ഓഡിയൻസൊക്കെ ഉണ്ടായതുകൊണ്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്തുകൊണ്ട് 25 രൂപ അഡീഷണൽ ടാക്സ് കൊടുത്ത് 215 രൂപ മൊത്തം. നല്ല തിയേറ്ററാണ്. ആൻഡ് ഓൾസോ തിയേറ്ററിൻ്റെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ മറ്റേ ബ്ലാക്ക് അങ്ങനത്തെ ആംബിയൻസ് ഉള്ള ആ ഒരു ഇൻറ്റീരിയർ ഇതുള്ള തിയേറ്ററുകൾ ഭയങ്കര ഇഷ്ടമാണ്. പത്മ, ഇപ്പോൾ അതേ സെൻട്രൽ ടാക്കീസ്. PVRൻ്റെ ഒക്കെ കേസ് പറഞ്ഞാൽ PVR ലുലു ഉണ്ടല്ലോ എടപ്പള്ളി, ഇതൊക്കെ റെഡ് കളർ. തിയേറ്ററിൽ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വെളിച്ചുള്ള സീനൊക്കെ വരുമ്പോൾ റെഡ് ഇത് എടുത്ത് കാണാൻ പറ്റും. ഈ ബ്രൈറ്റ്നസ് ഉള്ള സീൻസ് അല്ലെങ്കിൽ പകലിലായിട്ടുള്ള സീൻസൊക്കെ വരുമ്പോൾ ഈ ബ്രൈറ്റ്നസ് കാരണം ചുറ്റുപാടുള്ള റെഡ് ആ വാൾ നമുക്ക് എടുത്ത് കാണാൻ പറ്റും. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് PVRലെ സിനിമ കാണുമ്പോൾ, എസ്പെഷ്യലി ലുലുവിലൊക്കെ പോയി കാണുമ്പോൾ. ബട്ട് ഓഫർ പ്രൈസൊക്കെ കിട്ടുമ്പോൾ പിന്നെ വഴിയില്ലാത്തതുകൊണ്ട് പോകണം. അപ്പം തിയേറ്റർ നല്ല തിയേറ്ററായിരുന്നു. ആ ഒരു ബ്ലാക്ക് ആംബിയൻസും ആ ഒരു സ്പീക്കേഴ്സൊക്കെ നല്ലതാണ്. തൃപ്പൂണിത്തറ സെൻട്രൽ ടാക്കീസിലെ ലെഗ് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ലെഗ് സ്പേസ് ഉണ്ടായിരുന്നു. എനിക്ക് കംഫർട്ടബിളായിട്ട് ഇരുന്ന് പടം കാണാൻ പറ്റി. പിന്നെ പടത്തിലൊരു കേസുണ്ട്, ഞാൻ പറയാം. ഗോകുൽ നമ്മുടെ ആടുജീവിതം ഗോകുൽ, എനിക്കെന്തോ തൃപ്തി ഉണ്ടായില്ല പുള്ളിക്കാരൻ്റെ ഈ പടത്തിൽ അഭിനയം കണ്ടപ്പോൾ. എൻ്റെ അഭിപ്രായമാണ്, ആടുജീവിതത്തിൽ കാരണം ഭയങ്കര ഫിസിക്കലിയും പൃഥ്വിരാജ് ചെയ്യുന്ന പോലെ ഇവനും ചെയ്യണമല്ലോ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണിക്കാനായിട്ട്. അപ്പോൾ അത് ആടുജീവിതത്തിൽ ഭയങ്കര രസമായിരുന്നു. അവൻ്റെ സ്ലാങ്ങും ആ ട്രെയിൻ കയറി പോകുമ്പോൾ പൃഥ്വിരാജ് ഇവനെ ഒരുമിച്ച് പരിചയപ്പെടുന്നതും, പൃഥ്വിരാജിൻ്റെ കഥാപാത്രവും എൻ്റെ ചെയ്ത കഥാപാത്രം പരിചയപ്പെടുന്നതും, പിന്നെ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ ഒരു സ്ഥലത്ത് നജീബ് ട്രാപ്പാവും, ഇവനൊരു സ്ഥലത്ത് ട്രാപ്പാവും, സാധനവും ഹക്കീം ക്യാരക്ടർ പേര് ഹക്കീം. നല്ല രസമായിരുന്നു. പക്ഷേ ഈ പടത്തിൽ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല, ഇത് തോന്നിയില്ല, ഒരു വർക്കായിട്ട് തോന്നിയില്ല ഗോകുലിൻ്റെ ആക്ടിങ്. എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലോണം വർക്കായിട്ടുണ്ടാവാം. പിന്നീട് ആരൊക്കെ കുറേ അത്യാവശ്യം ആൾക്കാരുണ്ട്, ബിജു മേനോനും ജോർജ് ജോർജും. പിന്നെ ഞാൻ പറയുന്നില്ല, അവർ രസമായിട്ട് ചെയ്തോളൂ, അത് ഞാൻ പറയുന്നില്ല. പിന്നെ ലെനയുണ്ട് പടത്തിൽ. ട്രെയിലർ കാണാണ്ടാണ് ഞാൻ പടം കാണാൻ പോയത്. ട്രെയിലർ ഞാൻ കണ്ടില്ല. പണ്ടെപ്പോൾ ടീസർ ഇറങ്ങിയപ്പോൾ കണ്ടു, ട്രെയിലർ ഞാൻ കണ്ടില്ല. ഞാൻ നേരെ പോയി പടം. ജിത്തു ജോസഫിൻ്റെ പടം, ഓക്കെ ത്രില്ലർ പടമാണ്. പിന്നെ കാസ്റ്റൊക്കെ നല്ലോണം ഒരു കാസ്റ്റ് ആയതുകൊണ്ട് ജോർജ് ജോർജും ജിത്തു ജോസഫും ഇവരൊന്നും പൊതുവെ എൻ്റെ ഒരു ഇതിൽ മോശം ഇതെടുക്കില്ല, ഒരു കണ്ടന്റ് എടുക്കില്ല അങ്ങനെ. പിന്നെ ലെനയുണ്ട്, പിന്നെ ഈ ഗോകുൽ ഉണ്ടായിരുന്നു പടത്തിൽ, ലിയോണ ലിഷോയുണ്ട്. ഇതൊക്കെ ഞാൻ ആദ്യം പറയണ്ട കേട്ടോ, ഞാൻ വിട്ടുപോയി, ക്ഷമിക്കണം. പിന്നെ സിനിമാറ്റോഗ്രഫി ചെയ്തേക്കുന്ന എനിക്ക് തോന്നുന്നു ഇങ്ങേരാ, പേര് ഞാൻ മറന്നു. പക്ഷെ ആളെന്നെ ജിത്തു ജോസഫായിട്ട് കുറേ വർക്ക് ചെയ്തിട്ടുള്ള പുള്ളിക്കാരൻ തന്നെ, കൂമൻ സിനിമാറ്റോഗ്രഫി ചെയ്ത. ഇപ്പോൾ അതേ വലതുവശത്തെ കള്ളൻ, ഈ പടം ആളെ പേര് ഞാൻ ഇപ്പോൾ ഓർത്തുള്ളൂ, വിട്ടുപോയി. ഇങ്ങനെ തന്നെയാണ് ജിത്തു ജോസഫായിട്ട് കൂമൻ ചെയ്തതും, പിന്നെ മിറാജ് സിനിമാറ്റോഗ്രഫി ചെയ്തതും, ദൃശ്യം 2 ചെയ്തത്, ഇപ്പോൾ 3 ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേര് ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞ പടം ഓക്കെ, ഒരു റേഷ്യോയുടെ കാര്യം ഓർത്തിരിക്കുക. ബ്ലാക്ക് ബാർസ് ഉണ്ടാവും ഒരു നോർമൽ സ്ക്രീനിൽ കണ്ടാൽ കൂടി. അപ്പോൾ ഇതായിരുന്നു എനിക്ക് നോർമലി ഈ പടം വേർത്തായിരുന്നു, എങ്ങനെയായാലും വേർത്തായിരുന്നു. തികച്ചും എൻ്റെ അഭിപ്രായമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് തോന്നിയത്.
വലതുവശത്തെ കള്ളൻ എന്ന സിനിമ. താങ്ക് യു.